السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآل كل والصحابة أجمعين. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني يا حبيب الله. الحمد لله ثم الحمد لله ثم الحمد لله. അല്ലാഹു നമ്മുടെ ഇബാദാത്തുകൾ, ദർസുകൾ, ഖിദ്മാത്തുകൾ, സേവനങ്ങൾ എല്ലാം സ്വീകരിക്കുമാറാകട്ടെ. ധാരാളം പഠിതാക്കളുണ്ട്. എല്ലാവർക്കും അല്ലാഹു ഖൈറും ബറക്കത്തും രോഗങ്ങൾക്ക് ശമനവും പ്രദാനം ചെയ്യട്ടെ. ആമീൻ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റബീഇനെ വളരെ ആനന്ദത്തോടെ, റാഹത്തോടെ, സന്തോഷത്തോടെ വരവേൽക്കാനുള്ള വലിയ തൗഫീഖ് അല്ലാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹ്. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു തുടരുകയാണ്. വസഅൽതനി അനി തവക്കുൽ. മോനെ, തവക്കുലിനെ പറ്റി നീ എന്നോട് ചോദിച്ചല്ലോ. എന്താണ് ഉസ്താദെ തവക്കുൽ എന്ന് എൻ്റെ കുട്ടി എന്നോട് ചോദിച്ചല്ലോ. അത് ഞാൻ എന്താണെന്ന് പറഞ്ഞു തരാം. വഹുവ അൻ തസ്തഹ്കിമ ഇഅ്തിഖാദക ബില്ലാഹി തആല ഫീമാ വഅദ. നിന്നോട് അല്ലാഹു കരാർ ചെയ്ത ഒന്നിൽ ആ ഒന്ന് നിനക്ക് അല്ലാഹു തരുമെന്ന് നീ ഉറച്ചു വിശ്വസിക്കണം. നിനക്ക് എന്തൊക്കെയാണോ അല്ലാഹു കണക്കാക്കിയിട്ടുള്ളത് അത് നിനക്ക് എത്തും, അത് നിനക്ക് വരും. അതിൽ നീ ഉറപ്പിച്ച് വിശ്വസിച്ചോ. അതാണ് തവക്കുൽ. എന്താണെന്ന് മനസ്സിലായില്ലെങ്കിൽ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഒന്നുകൂടെ വിശദീകരിക്കുകയാണ്. യഅനി അൻ തഅ്തഖിദ അന്നമാ ഖുദ്ദിറ ലക് സയസിലു ഇലൈക്. നിനക്ക് എന്തൊക്കെ അല്ലാഹു കണക്കാക്കിയിട്ടുണ്ടോ സയസിലു ഇലൈക്, അതിലേക്ക് അവൻ എത്തിച്ചേരും. എനിക്കെന്തൊക്കെ അല്ലാഹു കണക്കാക്കിയിട്ടുണ്ടോ അതെനിക്ക് വരും. നിങ്ങൾക്ക് എന്തൊക്കെ അല്ലാഹു തീരുമാനിച്ചിട്ടുണ്ടോ അതിലേക്കൊക്കെ നിങ്ങളും എത്തും. ലാ മഹാല, അതിൽ സംശയിക്കേണ്ടതില്ല. വഇൻ ഇജ്തഹദ മൻ ഫിൽ ആലമി അലാ സർഫിഹി അൻക്. ഈ ലോകത്തുള്ള മുഴുവൻ ആളുകളും അത് നിന്നെ തൊട്ടൊന്ന് തിരിച്ചുവിടാൻ, നിന്നെ തൊട്ടൊന്ന് ഒഴിവാക്കാൻ ശ്രമിച്ചാലും, കഠിനാധ്വാനം ചെയ്താലും, തപസ്സിരുന്നാലും ഒരിക്കലും നിനക്ക് വിധിച്ചത് നിനക്കല്ലാതെ മറ്റൊരാൾക്ക് അല്ലാഹു കൊടുക്കുകയില്ല. ഇതാണ് തവക്കുൽ. എനിക്കെൻ്റെ റബ്ബ് വിധിച്ചത് അതെനിക്ക് വരും, അതിനെ ഞാൻ സ്വീകരിക്കേണ്ടി വരും. എനിക്ക് അല്ലാഹു വിധിച്ച ഒരു ജനനം, അതാണ് ഞാൻ അനുഭവിക്കുന്നത്. ഇനി ആ ജനനാനന്തരം ഒരു മരണം, അത് അല്ലാഹു എനിക്ക് എന്നാണോ വിധിക്കുന്നത് അത് തടയാൻ എൻ്റെ ഭാര്യക്കോ, എൻ്റെ മക്കൾക്കോ, എൻ്റെ പഠിതാക്കൾക്കോ ഒരാൾക്കും കഴിയില്ല. ഇതിലുള്ള ആത്മാർത്ഥമായ വിശ്വാസമാണ് തവക്കുൽ മോനെ എന്ന് ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദിൻ ഗസാലി റളിയല്ലാഹു അൻഹു നന്നായി പഠിപ്പിക്കുകയാണ്. അവൻ അങ്ങോട്ട് പോയിട്ടാണ് അപ്പോൾ അത് കിട്ടിയത്.
അങ്ങോട്ട് പോകണ്ടില്ലായിരുന്നു. ഗൾഫ് പോയതുകൊണ്ടാണ് ഉണ്ടായത്, അല്ലെങ്കിൽ അവിടെ പഠിച്ചതുകൊണ്ടാണ് അങ്ങനെ ആയത്. അതൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം? അവിടെ പഠിക്കണമെന്ന് അള്ളാഹുവിൻ്റെ ഖദറാണ്, അള്ളാഹുവിൻ്റെ ഖളാ ആണ്. അത് പഠിക്കേണ്ടി വരും. അത് പഠിക്കാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടും. അങ്ങനെ ഓരോ വിഷയങ്ങൾ, ഉദാഹരണങ്ങൾ നീട്ടിപ്പരത്തി പറയേണ്ടതില്ലല്ലോ. വമാലം യുക്തബ് ലക് ലൻ യസ്വില ഇലൈക വഇൻ സാഅദക ജമീഉൽ ആലം. നിനക്ക് അള്ളാഹു കണക്കാക്കാത്തത് അതിലേക്ക് നീ എത്തൂല. എല്ലാവർക്കും കിട്ടി 10,000, പക്ഷേ നീ ഒരല്പം വൈകിയത് കൊണ്ട് നിനക്ക് കിട്ടിയില്ല. പടച്ചോനെ, എൻ്റെ ആ ഒരു റോഡ് ബ്ലോക്കില്ലായിരുന്നെങ്കിൽ എനിക്കും കിട്ടുമല്ലോ 10,000. ഇല്ല, നിനക്ക് കിട്ടൂല. നിനക്ക് അള്ളാഹു കണക്ക് ചെയ്തിട്ടില്ല, നിനക്ക് രേഖപ്പെടുത്തിയിട്ടില്ല. വഇൻ സാഅദക ജമീഉൽ ആലം, ലോകത്തുള്ള മുഴുവൻ ആളുകളും അത് നിനക്ക് കിട്ടാൻ വേണ്ടി നിന്നെ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിച്ചാലും അള്ളാഹു കണക്കാക്കാതെ നിനക്കത് കിട്ടുകയില്ല. ഇത്ര കൃത്യമായിട്ടാണ് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു വരച്ച് കാണിക്കുന്നത്. ഇതാണ് തവക്കുൽ. അപ്പോൾ വലിയ തവക്കുല് നമുക്ക് അള്ളാഹു നൽകുമാറാകട്ടെ. അങ്ങനെ തവക്കുൽ ലഭിച്ചാൽ പിന്നെ ആരെയാണ് നമുക്ക് ഭയപ്പെടാനുള്ളത്? പിന്നെന്തിനാണ് തവക്കുലിൻ്റെ ആ ലോകത്തേക്ക് നമ്മൾ എത്തിപ്പെട്ടാൽ? മഹാന്മാരൊക്കെ എത്തിയത് തവക്കുലിൻ്റെ ലോകത്താണ്. അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ വലിയ തവക്കുലുള്ളവരായിരുന്നു. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള മഹാന്മാർ വലിയ തവക്കുലുള്ളവരായിരുന്നു. അതുകൊണ്ട് അവർക്ക് യാതൊരു വിഷയവും ഉണ്ടാവില്ല. ദുനിയാവിൻ്റെ വിഷയത്തിൽ അവർക്ക് യാതൊരു പേടിയും ഭയവും ഉണ്ടാവില്ല. അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അള്ളാഹുവിൻ്റെ ഔലിയാഇന്, ആ മഹാരഥന്മാർക്ക് ഒരു പേടിയോ ഒരു ഭയമോ ഒരിക്കലും അള്ളാഹു ദുനിയാവിൻ്റെ വിഷയത്തിൽ അവർക്കില്ല. ഇത് തവക്കുല് കൊണ്ടാണ്. ഇനി മറ്റൊരു ചോദ്യം, വസഅൽതനി അനിൽ ഇഖ്ലാസ്. ആത്മാർത്ഥത, ഇഖ്ലാസ്, അതെന്താണെന്ന് നീ എന്നോട് ചോദിച്ചിരുന്നല്ലോ. വഹുവ അൻ തകൂന അഅമാലുക കുല്ലുഹാ ലില്ലാഹി തആല. നിന്റെ പ്രവർത്തനങ്ങൾ മുഴുവനും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടിയാവുക എന്നതാണ് ഇഖ്ലാസ്. ലാ യർതാഹു ഖൽബുക ബിമഹാമിദിൻ നാസി. ജനങ്ങളിങ്ങനെ സ്തുതിക്കൽ കൊണ്ട് നിന്റെ കൽബിന് പ്രത്യേക ചാഞ്ചാട്ടൊന്നും ഉണ്ടാവില്ല, പ്രത്യേക ആനന്ദമൊന്നും കിട്ടൂല. ജനങ്ങൾ നിന്നെ നല്ലൊരു ഗുരുവാണ്, നല്ലൊരു ഉസ്താദാണ്, അതൊക്കെ ജനങ്ങൾ പറയും. ജനങ്ങൾ നല്ല ഉസ്താദുമാരെ പറ്റി നല്ലതെന്ന് പറയും, അല്ലെങ്കിൽ നല്ല ജനങ്ങളെ പറ്റി നല്ലതെന്ന് പറയും. അതുകൊണ്ട് നിനക്ക് കൽബിന് പ്രത്യേക ഒരു ലദ്ദത്തൊന്നും, ഒരു സുഖമൊന്നും ഉണ്ടാവില്ല, ഒരു പ്രത്യേക ആശ്വാസമൊന്നും ലഭിക്കൂല. കാരണം ജനങ്ങൾക്ക് വേണ്ടിയല്ല നീ നല്ലവനാകുന്നത്, ലില്ലാഹി തആല, അള്ളാഹുവിന് വേണ്ടിയാണ്. യാ റബ്ബ്, ഈ ഇഖ്ലാസ് അള്ളാഹു നമ്മെ അതിലേക്ക് പാകപ്പെടുത്തി തരട്ടെ. ആമീൻ. വലാ തഅസാ ബിമദാമിഹിം. ജനങ്ങൾ ആക്ഷേപിക്കൽ കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതുമില്ല. കാരണം ചെയ്തത് ആർക്ക് വേണ്ടിയാ? ജനങ്ങൾക്ക് വേണ്ടി അല്ല ചെയ്തത്. ഒഴിവാക്കിയതും ജനങ്ങൾക്ക് വേണ്ടിയല്ല. എൻ്റെ പ്രവർത്തനങ്ങൾ ജനങ്ങൾ അറിയട്ടെ എന്ന് വിചാരിച്ച് ചെയ്യുമ്പോഴാണ്, ജനങ്ങൾ അറിയട്ടെ എന്ന് വിചാരിച്ച് ചെയ്യുമ്പോൾ ജനങ്ങളുടെ നല്ല പ്രതികരണങ്ങൾ കിട്ടിയില്ലെങ്കിൽ ടെൻഷനാകും. അള്ളാഹു അറിയട്ടെ എന്ന് വിചാരിച്ച് ചെയ്യുന്നവർക്ക് എന്ത് ടെൻഷൻ? ജനങ്ങൾ എന്ത് പറഞ്ഞില്ല, എന്താ ഇവിടെ പ്രശ്നം? ഞാൻ ഇത്രയൊക്കെ അധ്വാനിച്ചിട്ട് ആ മാനേജ്മെന്റ് ഒരു നന്മ വാക്ക് പോലും പറഞ്ഞില്ലല്ലോ എന്ന് വ്യാകുലപ്പെടുന്നവരെ നമ്മൾ കാണാറില്ലേ? അത് ഇഖ്ലാസിന്റെ കുറവാണെന്ന് ഇതൊക്കെ വായിക്കുമ്പോൾ തോന്നിപ്പോവുകയാണ്. അങ്ങനെ ഒരു അധ്വാനിക്കുന്നവനെ പ്രോത്സാഹിപ്പിക്കലും പ്രചോദനം നൽകലൊക്കെ വളരെ അർത്ഥവത്തായ സുന്നത്തായ കർമ്മങ്ങളാണ്, അതൊക്കെ. പക്ഷെ അത് കിട്ടിയില്ലെന്ന് വെച്ചാൽ നമ്മൾ എന്തിന് ടെൻഷനാകണം?
നമ്മൾ എന്തിന് ആശങ്കപ്പെടണം? നമ്മൾ എന്തിന് അവിടം വിട്ടു പോവണം? ജനങ്ങളുടെ പ്രീതിയും ജനങ്ങളുടെ താല്പര്യവും ഇത് ഇഖ്ലാസുള്ളവൻ ചിന്തിക്കുകയില്ല. അതുകൊണ്ടാണ് നമ്മുടെ മഹാന്മാരായ ഉസ്താദുമാരൊക്കെ എന്തെല്ലാം ആക്ഷേപങ്ങൾ വന്നിട്ടും അവരവരുടെ പ്രവർത്തനങ്ങളുമായി ഇങ്ങനെ മുന്നോട്ട് പോയപ്പോൾ അള്ളാഹു വലിയ ഫുതൂഹാത്തുകൾ കൊടുക്കുന്നത് അങ്ങനെയാണ്. എന്തെല്ലാം ആക്ഷേപിച്ചു നമ്മുടെ മഹാരഥന്മാരായ ഗുരുക്കന്മാരെ, നമ്മുടെ മശായിഖന്മാരെ. ഇന്നും ആക്ഷേപം തുടരുന്നവരില്ലേ? എന്തെങ്കിലും ഒരു ചലനം, അതിൻ്റെ പേരിൽ ആ ചലനത്തിൽ നിന്ന് ഒരു നിശ്ചലനം, ഒരു കെട്ടുപോകൽ എവിടെ ഉണ്ടായത്? ഇല്ലല്ലോ. അത് ഇഖ്ലാസിൻ്റെ നിറകുടങ്ങളായതുകൊണ്ടാണ്. നമുക്ക് ഇഖ്ലാസ് ഇല്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും ഇങ്ങനെ തോന്നുന്നത്. ആരും എന്നെ മൈൻഡ് ചെയ്യുന്നില്ല, ആരും എൻ്റെ വിഷയങ്ങൾ പറയുന്നത് കേൾക്കുന്നില്ല, ആരും എന്നെ സ്തുതിക്കുന്നില്ല, എല്ലാവരും എന്നെ ആക്ഷേപിക്കുകയാണ്. എത്ര അധ്വാനമാണ് ഞാൻ ഈ നാട്ടിൽ ചെയ്യുന്നത്. അതൊക്കെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ തലയിൽ വരുന്നത്. അല്ലാഹു ലില്ലാഹി തആല, അള്ളാഹുവിന് വേണ്ടി ചെയ്യുമ്പോൾ ഈ വക ഒരു പ്രശ്നവും ഉദിക്കുന്ന പോലുമില്ല. അള്ളാഹു നമ്മെ സാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. ഇഖ്ലാസും തവക്കുലൊക്കെ ഉള്ള ആളുകളായി അള്ളാഹു നമ്മെ കബൂൽ ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.